നടൻ മോഹൻലാലിന് ആനക്കൊമ്പ് കേസിൽ തിരിച്ചടി. മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സംസ്ഥാന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ വീഴ്ചയുണ്ടായി എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. 2015 സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പിഴവെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ വീഴ്ചയാണ് പശ്ചാത്തലത്തിൽ ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതോടെ താഴെത്തട്ടിലും സർക്കാരിനും ഇത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ 2021 ആഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥനാണ് വീട്ടിൽ തന്നെ നിന്ന് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. ഇവ പിടിച്ചെടുക്കുന്ന സമയത്ത് മോഹൻലാലിന് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന പരാതി ഉയർന്നു. എന്നാൽ പിന്നീട് സർക്കാർ മോഹൻലാലിന്റെ അപേക്ഷ പരിഗണിച്ച് കൈവശ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. ഇതാണ് കോടതി ഇപ്പോൾ തള്ളിയത്. 2015 കൈവശ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ഗസറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല എന്നാണ് കോടതി പരിശോധനയിൽ കണ്ടെത്തിയത്. സർക്കാർ നടപടിയിലുണ്ടായ പിഴവ് മൂലം ഇവ കൈവശം വെക്കാനുള്ള ലൈസൻസ് പ്രസക്തിയില്ല എന്നും കോടതി പറയുന്നു. ഇതോടെ മോഹൻലാൽ കേസുമായി വീണ്ടും മുന്നോട്ടും വെട്ടിലായി. എറണാകുളം ഉദ്യോഗമണ്ഡൽ സ്വദേശി പൗലോസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിർണായക വിധിയുണ്ടായത്. ജസ്റ്റിസുമാരായ ഡോക്ടർ എ.കെ. നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചാണ് പൗലോസിന്റെ ഹർജി പരിഗണിച്ചത്. തുടർന്നാണ് നടനും സർക്കാരിനും പ്രതികൂലമായ നിർദ്ദേശവും നൽകിയത്.